ശേഷൻ എന്താ പറയുക, അർത്ഥവത്തായിട്ടല്ല എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടായ ആൾ ഞാനായിരിക്കും. ചിലപ്പോൾ അഹങ്കാരം പറയല്ല. 95 മെമ്പർഷിപ്പ് അതേ വർഷം രാജിവെച്ച ആളാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പോൾ തന്നെ രാജിവെക്കുന്നത്? ആ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൂടെ നിൽക്കുന്ന തൊഴിലാളികൾ തന്നെയാണ്. അപ്പോൾ തൊഴിലാളികളാണെന്ന് കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന അംഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാത്ത ഒരു അസോസിയേഷൻ എത്ര കാലം എങ്ങനെയെല്ലാം വലിച്ചു കൊണ്ടുപോയാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനത്തിനായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഒരു അസോസിയേഷനാണ്, ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടെ. ഭരണസമിതി കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പിരിച്ചുവിട്ടു. ഓക്കെ, തീർച്ചയായിട്ടും മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമ്മളൊരു തൊഴിൽ ഇടവ, നമ്മുടെ ഒരു തൊഴിലിടവ, അവിടെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. തൊഴിലാളികൾ, അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ക്രിയേറ്റേഴ്സും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന, ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സമീപനം ഉണ്ടാവണം. സംഘടന വേണം, സംഘശക്തിയും ഉണ്ടാവണം. ഓരോരുത്തർക്കും ഉണ്ട്, തൊഴിലവകാശങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. അതിന് സംഘടന തന്നെ വേണം. പക്ഷെ തീർച്ചയായിട്ടും ഞാനൊക്കെ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യവസായ മേഖലയാണ്. അതിനനുസരിച്ചിട്ടുള്ള ചില ട്രേഡ് യൂണിയൻ സ്വഭാവങ്ങൾ, ഒരു പരിപൂർണ്ണ ട്രേഡ് യൂണിയൻസ് അല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും അത്തരത്തിൽ കെട്ടുറപ്പുള്ളൊരു സംവിധാനം വേണം. ഒരു വെൽഫെയർ അസോസിയേഷൻ ഒന്നും പോരാ. വെൽഫെയർ അസോസിയേഷൻ്റെ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല സിനിമ പോലെയുള്ളൊരു തൊഴിലിടത്തുള്ളത്, അല്ലെ ഒരു സാംസ്കാരിക വ്യവസായ മേഖലയിലുള്ളത്. അതിന് കുറച്ചുകൂടി മറ്റൊരു കാഴ്ചപ്പാട് വേണം, കുറച്ചുകൂടി കെട്ടുറപ്പുള്ളൊരു സംവിധാനം വേണം, കൃത്യമായ ജനാധിപത്യ ബോധം വേണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ, പുതിയ സംഘശക്തി, പുതിയ സമീപനം, ഒരുപക്ഷെ ഇപ്പം നിൽക്കുന്ന ബൈലോ ഓഫ് മെമ്മോറാണ്ടം പോലും അതിന് മതിയാവാതെ വരും. അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് പിരിച്ചുവിട്ടു, നിങ്ങൾ രാജിവെച്ച ആ അംഗത്വം വീണ്ടും പുനഃസ്ഥാപിക്കണം എന്നൊരു ആഗ്രഹം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഒക്കെ കാണുന്ന എന്തുകൊണ്ട് ഏത് അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് നമ്മൾ മാറി നിന്നത്? ആ അഭിപ്രായ വ്യത്യാസങ്ങൾ റെക്ടിഫൈ ചെയ്തുകൊണ്ട് സിനിമയുടെ എല്ലാം നന്മയുടെ ഇടങ്ങളിലേക്ക് വരാനാണെങ്കിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു കലാരംഗവും, ഞാൻ 30 വർഷം പണിയെടുത്തൊരു പല പരിമിതികൾക്കകത്ത് നാമമാത്രമായിട്ടാണെങ്കിലും ഞാൻ അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയും തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇപ്പം ഈശമാധവൻ പോലെ ഒരു സിനിമയുള്ളൂ എന്നെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരു സിനിമാ നടി എന്നറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലും കൂടി സിനിമ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനുണ്ടാവുക കൂടെ. ഇപ്പം ഇത്രയും ദിവസം ഈ മീഡിയയോടൊന്നും സംസാരിക്കുന്ന നമ്മളൊരു ഫെയിമിന് വേണ്ടിയിട്ടൊന്നുമല്ല, വളരെ എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു നിശ്ചയദാർഢ്യമാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടമാണ്. ഇത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ള അടങ്ങാത്തൊരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും മെനക്കെട്ട് ഇന്നിപ്പം നമ്മുടെ സംഘത്തിൻ്റെ സമ്മേളനം അടക്കം എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം പോലും നമ്മൾ മീഡിയയുടെ കൂടെ കഴിയുന്നതെന്ന് പറയുന്നത് നന്നായി വരാനാ. അങ്ങനെ അതൊരു നാണക്കേടാണ്. ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും, ഇപ്പം ഞാനും ഇത് നേരത്തെ പറഞ്ഞത് സിനിമാ മേഖല എന്നാണ് പറഞ്ഞത്. ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് ഇത്രയും ഗംഭീരമായൊരു മാധ്യമം നമ്മളങ്ങനെ പറയാനേ പാടില്ല. പക്ഷെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കുറേ അധികം ആൾക്കാരുടെ കുത്തഴിഞ്ഞ ജീവിതമാണ്, കുത്തഴിഞ്ഞ ജീവിത കാഴ്ചപ്പാടുകളാണ്. അഥവാ ഏറ്റവും സ്വാർത്ഥമായിട്ടും ഏറ്റവും അഹങ്കാരപൂർണമായിട്ടുമുള്ള സമീപനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം. കലാകാരൻ എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആയിരിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരായിരിക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞു, കല ഒരു സംസ്കരണമാണ്, കല ജീവിതത്തിനാണ്. അപ്പോൾ കല ജീവിതത്തിനാണെന്ന് അറിഞ്ഞ് ജീവിതത്തിൻ്റെ ഇടയിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റണം. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ്. എൻ്റെ അകത്ത് ആ സോഷ്യൽ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മാൻ ഈസ് ആൻ ആനിമൽ എന്നാണ്. അപ്പം അതിലേക്ക് പോകുന്നു പലപ്പോഴും, അത് മാറണം.